മാറ്റിലാണെങ്കിൽ ആദർശ് ദേവയാനിയോട് പറയുന്നുണ്ട്, അതേ അമ്മേ, വീണ്ടും നമ്മുടെ അനഘയെ ഇല്ലാതാക്കാനായിട്ട് അഭി ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവളുടെ നില മെച്ചപ്പെടുന്നത് കണ്ടതോടുകൂടിയാണ് അവൻ ഇങ്ങനെ കളിക്കുന്നത് എന്ന് പറയുന്നു. ഏത് സമയവും വേണമെങ്കിലും അനഘയെ ഇല്ലാതാക്കാനായിട്ട് അവൻ ശ്രമിക്കുമെന്നും പറയുന്നു. ഇതേ സമയം നമ്മുടെ ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇതാരാ മോനെ നിനക്ക് എപ്പോഴും ഇങ്ങനെ ഓരോ അപകടം വരുന്നതിന് മുമ്പ് തന്നെ വിളിച്ചു പറഞ്ഞ് വിവരങ്ങൾ അറിയിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, ഒരു നല്ല വ്യക്തിയാണമ്മേ. ആ വ്യക്തിയാണെങ്കിൽ അപകടം നമ്മുടെ കുടുംബത്തിലോ നമുക്ക് നേരെയോ വരുന്ന സമയം നമ്മളെ അത് കൃത്യമായും വ്യക്തമായും അറിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം അനഘയുടെ ഹോസ്പിറ്റലിലേക്കും തുടർന്ന് ഡോക്ടറിൻ്റെ അടുത്തും ആദർശ് സംസാരിക്കുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഡോക്ടറെ, അനഘയെ സംരക്ഷിക്കണമെന്നാണ് ആദർശ് പറയുന്നത് കേട്ടോ.